എൻ്റെ സിനിമയിലേക്കുള്ള എൻട്രി തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു എൻട്രി ആയിരുന്നു. കാരണം ഞാനൊരു യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അങ്ങനെ യൂത്ത് ഫെസ്റ്റിവലിൽ ഡാൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് എന്നെ പഠിപ്പിച്ചിരുന്നത് RLV അനിൽകുമാർ എന്ന് പറയുന്ന മാസ്റ്ററായിരുന്നു. ഭരതനാട്യം, കുച്ചിപ്പുടി, പിന്നെ അങ്ങനെ കുറേ മാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഗീതാനന്ദൻ ആശാൻ, എൻ്റെ മോണോ ആക്ട് പഠിപ്പിച്ച സുദർശൻ മാഷ്, അങ്ങനെ കുറേ പേര്, ഫാൻസി ഡ്രസ്സിനൊക്കെ ലൗലി സാർ, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. അതിൽ എന്നെ ഫോക്ക് ഡാൻസ് പഠിപ്പിച്ച മാഷാണ് ജോബ് മാഷ്. അപ്പോൾ ജോബ് മാഷ് ഞാൻ ഡാൻസ് കളിക്കുമ്പോൾ എപ്പോഴും എൻ്റെ അടുത്ത് പറയായിരുന്നു, എനിക്ക് മഞ്ജു വാര്യറുടെ ഫേസ് കട്ടാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ എക്സ്പ്രഷനൊക്കെ കാണുമ്പോൾ അതുപോലെയാണെന്ന്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് മഞ്ജു ചേച്ചി എന്ന് പറഞ്ഞൊരു ഭയങ്കര എന്താ പറയുക ഇൻസ്പിറേഷനോ അല്ലെങ്കിൽ നമുക്കൊരു വലിയ ഒരു ഹീറോയിനാണ്. അവരെ പറ്റി നമ്മളെ കമ്പയർ ചെയ്യുന്നത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. അപ്പോൾ ഭയങ്കര സന്തോഷം. അങ്ങനെ ഒരിക്കൽ ആ സമയത്ത് ഗൃഹലക്ഷ്മിയുടെ ഫോട്ടോ ക്വീൻ മത്സരം ആ സമയത്താണ് ഇങ്ങനെ നിലവിൽ വന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു അമ്മാവൻ ഇങ്ങനെ എൻ്റെ ഫോട്ടോ എടുത്തപ്പോൾ ഞാൻ പിന്നെ ഒരു പ്രാവശ്യം മാഷ് വന്നപ്പോൾ ഞാൻ മാഷിനെ തണിച്ചു, മാഷ് എൻ്റെ ഫോട്ടോ. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ എന്നെ ഫോട്ടോ എടുക്കുന്നത്. എന്ന് വെച്ചാൽ അല്ലാതെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നമ്മൾ കുട്ടികളായിട്ട് നിന്ന് ഫോട്ടോ എടുക്കും എന്നല്ലാണ്ട് ഒരാൾ നമ്മളെ നിർത്തി തെർമോക്കോളൊക്കെ പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചിരിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ എടുക്കുന്നത് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടായിരുന്നു. പക്ഷെ അത് മാഗസിനിൽ അയച്ചു കൊടുത്തൊന്നുമില്ല. കാരണം അത് എടുത്തപ്പോഴേക്കും ഫോട്ടോ ക്യൂൻ മത്സരത്തിൻ്റെ ടൈം ലിമിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് ആ സ്വാമിനാഥനങ്ങൾ ആ ഫോട്ടോ എല്ലാം കൂടി ആൽബം ആക്കിയിട്ട് ഒരു ആൽബം ഒക്കെ തന്ന് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഭയങ്കര കാര്യമായിട്ട് എടുത്ത് വെച്ച് നോക്കും. അതൊക്കെ കഴിഞ്ഞ് പിന്നെ 10ാം ക്ലാസ് പരീക്ഷയായി, യൂത്ത് ഫെസ്റ്റിവലൊക്കെ കഴിഞ്ഞ് പരീക്ഷയായി. പരീക്ഷ തുടങ്ങാൻ പോകുന്നതിന് ഒരു 2 ദിവസം മുമ്പാണ് ഒരു കോള് മലയാള മനോരമയിൽ നിന്ന് വന്നത്. മനോരമയുടെ കവർ പേജ് ആയിട്ടിട്ട് എൻ്റെ ഫോട്ടോ ഇട്ടോട്ടെ എന്നുള്ള കൺസെൻറ്റ് ചോദിക്കാൻ വേണ്ടി വിളിച്ചാണ്. അപ്പോൾ ഈ സ്വാമിനാഥൻ അങ്കിൾ ഈ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു മനോരമയ്ക്കൊക്കെ. അപ്പോൾ അവരത് സെലക്ട് ചെയ്തു കവർ പേജ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു നാഷണൽ അവാർഡ് കിട്ടിയാൽ എന്ത് സന്തോഷം, അതിലും സന്തോഷമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അങ്ങനെ കവർ പേജ് ആയിട്ട് അത് വന്നു. അപ്പോൾ എൻ്റെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുക. ഒരാഴ്ചക്ക് അല്ലെങ്കിൽ വീക്കിലേ ഉള്ളൂ. അപ്പോൾ ആ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെയാണ് സിബി മലയിലിൻ്റെ ഇഷ്ടം എന്ന് പറയുന്ന സിനിമയിലേക്ക് പുതുമുഖത്തിനെ അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ദിലീപ് ഏട്ടനെ നായികയായിട്ട്. അപ്പോൾ അവർ വിളിച്ചു, ഇന്നപോലെ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്കാണെങ്കിൽ പണ്ടേ വലിയ താല്പര്യമാണ്. ആദ്യത്തെ ദിവസം വന്ന് എനിക്ക് മേക്കപ്പൊക്കെ ഇട്ടു. അപ്പോൾ സുദേവൻ ചേട്ടനാണ് മേക്കപ്പ് മാൻ. അപ്പോൾ നമ്മൾ ഐബ്രോസ് ഒന്നും എടുത്തിട്ട് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഐബ്രോസ് സിനിമയ്ക്ക് വേണ്ടി എടുക്കാൻ പറഞ്ഞു. അപ്പോൾ എടുത്തു. അത് കഴിഞ്ഞിട്ടാണ് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ആദ്യമായിട്ട് കൊണ്ടുവന്നിരുത്തി. അപ്പം ഞാൻ ഡാൻസിന് മേക്കപ്പ് ഇട്ടിട്ടുള്ളതുകൊണ്ട് അപ്പോൾ തന്നെ മേക്കപ്പിന് പ്രാർത്ഥിച്ച് കല്ലൊക്കെ തൊട്ട് എടുത്തിട്ട് അവിടെ ഇരുന്നു. അപ്പോൾ മേക്കപ്പ് ഇട്ട് ഇങ്ങനെ സ്പോഞ്ച് കൊണ്ടാണല്ലോ മേക്കപ്പ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ സ്പോഞ്ചൊക്കെ കൊണ്ട് മുഖത്ത് വിടുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആണല്ലോ സ്പോഞ്ച്, നല്ല സുഖം. ഞാൻ അങ്ങനെ ഇരുന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ഇങ്ങനെ കണ്ണടച്ച് പിടിച്ചേക്കുക. അപ്പോൾ ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്ക് ഐലൈനർ എഴുതാണെന്ന് തോന്നുന്നു. ആ സമയത്ത് ഞാൻ തൂങ്ങി. അവനെടുത്ത് എഴുതേക്ക്, സോറി, ഞാൻ പേടിച്ചു പോയി. അപ്പം അങ്ങനെ ആയിരുന്നു എൻ്റെ ആദ്യത്തെ മേക്കപ്പ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ആദ്യത്തെ ദിവസം ഞാൻ വിചാരിച്ചു ഇപ്പം എനിക്ക് ഷൂട്ടിംഗ് ആണ് എന്ന് വിചാരിച്ചു. അപ്പം മേക്കപ്പൊക്കെ ഇട്ടിട്ട് ഈ മാഗസിനിൽ നിന്നൊക്കെ ഫോട്ടോ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ കൂടെ ഫോട്ടോ സെഷൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ 2ാമത്തെ ദിവസവും ഇതേമാതിരി ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു ഷൂട്ടിങ് കണ്ടോ, ഷൂട്ടിങ്ങൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. പിന്നെ ഒരു ദിവസം തൃശ്ശൂരിൽ ഒരു ഇതുണ്ട്, സിറ്റി സെൻറ്റർ എന്ന് പറഞ്ഞൊരു ഷോപ്പിംഗ് മാൾ. അവിടെ ചെന്നപ്പോഴത്തേക്കും എനിക്ക് ഡ്രസ്സൊക്കെ തന്ന് മേക്കപ്പൊക്കെ ചെയ്ത്. അപ്പോൾ എനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലാത്ത വേഷമൊക്കെ ആയിരുന്നു. ആദ്യം പാൻസ്, ഓവർകോട്ട്, സ്പെക്സ്, ക്യാപ്പ്, കേർലി ഹെയർസ്, ഭയങ്കര മോഡേൺ ആയിട്ടുള്ള അമേരിക്കയിൽ നിന്ന് തിരിച്ചു വന്നൊരു പെൺകുട്ടിയായിട്ടാണ് ഞാനാണെങ്കിൽ മുതുകുളത്തുനിന്ന് വന്നത്. അപ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. അതിൻ്റെ ആദ്യത്തെ ഷോട്ട് എന്ന് പറഞ്ഞാൽ എസ്കലേറ്ററിൽ ഇങ്ങനെ പൊന്തി വരുന്ന. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ എസ്കലേറ്റർ കാണുന്ന അപ്പോഴാണ്. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു എനിക്കിത് കയറാറിഞ്ഞൂടാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞൊരു കാര്യം 10-12 മണിയാകുമ്പോഴേ ഷൂട്ടുള്ളൂ, രാവിലെ തൊട്ടൊന്ന് കയറി പിടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ രാവിലെ തൊട്ട് ഞാൻ എസ്കലേറ്ററിൽ കയറും, അപ്പുറത്തെ വശത്തും കൂടി സ്റ്റെപ്പ് ഇറങ്ങും, വീണ്ടും കയറും, സ്റ്റെപ്പ് ഇറങ്ങും. അങ്ങനെ കളിക്കുകയായിരുന്നു. അതിന് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അതൊക്കെ ഈസിയായി. ഫസ്റ്റ് ഷോട്ട് ഫസ്റ്റ് ടേക്കിൽ തന്നെ ഓക്കെ ആയി. അപ്പോൾ എല്ലാവരും ക്ലാപ്പ് ചെയ്തു. അവിടെ വേണുവങ്ങളുണ്ടായിരുന്നു, എല്ലാവരുടെയും കാലിലൊക്കെ തൊട്ട് എഴുതും. അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു ഇങ്ങനെ എസ്കലേറ്ററിൽ പൊങ്ങി വരുന്ന ഷോട്ടല്ലേ ആദ്യമായി ചെയ്തത്, കരിയറും അങ്ങനെ പൊന്തി വരട്ടെ, എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എല്ലാവരും പറഞ്ഞു. സിബി അങ്കിളാണ് എനിക്കൊന്നു എന്നെ ഇപ്പോഴും ധന്യെന്ന് വിളിക്കുന്നത്. സിബി അങ്കിൾ ആൻഡ് ഫാമിലി, എൻ്റെ ശരിക്കുള്ള പേര് ധന്യ എന്നാണ്. അപ്പോൾ സിബി അങ്കിളും ബാലാൻ്റിയും മക്കളും ചിന്നും പപ്പും എല്ലാവരും എന്നെ ഇപ്പോഴും ധന്യ ചേച്ചിയെന്നും അല്ലെങ്കിൽ ധന്യാന്നൊക്കെയാണ് അവരെല്ലാവരും വിളിക്കുന്നത്. എൻ്റെ വീട്ടിലെന്ത് കാര്യം ഉണ്ടെങ്കിലും, എൻ്റെ കല്യാണത്തിനാണെങ്കിലും, എൻ്റെ മോൻ്റെ പിറന്നാളിനാണെങ്കിലും, എൻ്റെ അമ്മൂമ്മ മരിച്ചപ്പോഴാണെങ്കിലും, അങ്ങനെ
എല്ലാ കാര്യത്തിലും സിബിയങ്കളും ബാലാൻറ്റിയും വരും. അമ്മൂമ്മ മരിച്ച സമയത്തൊക്കെ വിളിക്കാതെ തന്നെ അങ്ങനെ വളരെ ഒരു എന്തായിരുന്നു ഫാമിലി ആയിട്ട് നമ്മൾ ഞാൻ അതിൻ്റെ ഒരു തുടക്കം അവിടെ നിന്ന് ആയതുകൊണ്ടായിരിക്കും എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും എനിക്ക് തന്നിട്ടുണ്ട്. എനിക്ക് ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് സിബിയങ്കൾ ആരോടും ദേഷ്യപ്പെടാറില്ല, എന്നോട് തീരെയും ദേഷ്യപ്പെട്ടിട്ടില്ല. ഒരു ബുദ്ധിമുട്ടും ഒരു പുതുമുഖം എന്നുള്ള നിലയിൽ ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കാതെ ഏറ്റവും കംഫർട്ടബിളായിട്ടായിരുന്നു സിബിയങ്കളുടെ കൂടെയുള്ള ഷൂട്ട്. ദിലീപേട്ടനും അതുപോലെ തന്നെയാണ്. എനിക്ക് ആദ്യം ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഫോട്ടോഷൂട്ടിൻ്റെ സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ദിലീപേട്ടൻ അടുത്തൊന്നിനു വേണ്ടി നെഞ്ച് പടപടാന്ന് ഇടിച്ചിട്ട് ഇവിടെ കൈവച്ചപ്പോഴും പുള്ളിക്ക് മനസ്സിലായി നെഞ്ചടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു പേടിക്കണ്ട കേട്ടോ, ഒരു കുഴപ്പമില്ല, ഫോട്ടോ ഇപ്പം തീരും. അങ്ങനെ ഭയങ്കര ഫ്രണ്ട്. എനിക്കിപ്പോഴും എന്താ പറയുക, ഏറ്റവും എൻ്റെ ആദ്യ സിനിമയിലെ നായിക എന്നുള്ള നിലയിൽ ഇപ്പോഴും ദിലീപേട്ടനെ കാണുമ്പോൾ ഞാൻ ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേൽക്കും. അപ്പോൾ തൊട്ടുള്ള ശീലം അതങ്ങനെ തന്നെ അങ്ങോളം. എന്നോട് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണെങ്കിലും എത്രയും കൂടുതൽ ഫ്രണ്ട്ലി ആവുന്നു അത്രത്തോളം എനിക്ക് ബഹുമാനമാണ് ദിലീപേട്ടനോട് കൂടിയിരിക്കുന്നത്. ദിലീപേട്ടൻ്റെ അടുത്ത് ഒരിക്കലും ഒരു വാടാ പോടാ റിലേഷൻഷിപ്പ് ഒരിക്കലും, അല്ലെങ്കിൽ നമുക്കൊരു അങ്ങനത്തെ ഒരു ഫ്രണ്ട്ലിനെസ്സിനെക്കാട്ടി കൂടുതൽ എനിക്കൊരു ബഹുമാനമാണ് പലപ്പോഴും ദിലീപേട്ടനോട്.